ഇനി പ്രിയമതയുടെ കാര്യം അയാള് നോക്കിക്കോളും. നിങ്ങൾ വണ്ടി എടുക്ക മനുഷ്യ. അല്ലെങ്കിൽ നിന്റെ കാര്യം എപ്പോഴും ഇങ്ങനെ തന്നെ. എടാ വിവരദോഷി, സുധീഷിനെ തട്ടിയിട്ടായാലും നീ ആ പൊടി കലക്കണമായിരുന്നു. എന്നാ പിന്നെ നീ തന്നെ പോയി കലക്കും. കൊണ്ടുപോ. അല്ല, ഞാൻ സുധീഷ് ആര്യന്റെ കൂടെ ഉള്ളപ്പോ എങ്ങനെ കലക്കും? ഇപ്പൊ എന്നെ ഉപദേശിച്ച പോലെ നീ സുധീഷിനെ അങ്ങ് തട്ട്. എന്നിട്ട് സൗകര്യം പോലെ കലക്കി കൊടുക്ക. എന്നിട്ട് ജയിലിൽ പോയി കിടക്ക്. ജീവപര്യന്തം കഴിഞ്ഞ് നീ ഇറങ്ങുമ്പോഴേക്കും ആര്യം കെട്ടി 4 പിള്ളേരുമായി കാണും. അല്ലാതെ എന്നെ ജയിലിലാക്കിയിട്ട് അവന്റെ കൂടെ ജീവിക്കാനുള്ള നിന്റെ തന്ത്രം നടക്കില്ല. കേട്ടല്ല? പ്രാക്ടിക്കലായ എന്തെങ്കിലും വഴി ആലോചിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ മര്യാദയ്ക്ക് വഴിക്ക് വാ. നമുക്ക് അശോകട്ടന്റെ ചായ കുടിച്ചിട്ട് ആലോചിക്കാം. വാ. അല്ല, പോവാണെന്ന് ആര്യനോട് പറയണ്ടേ? എന്തിന്? അവനിപ്പോ കുപ്പി നൂറ്റി ഫ്ലാസ്കിലാക്കി കുടി തുടങ്ങി കാണാം. ഇപ്പൊ എന്റെ കൂടെ വന്ന ചായ വാങ്ങി തന്ന് വീട്ടിലാക്കാം. ഈ ഓഫർ പരിമിത സമയത്തേക്ക് മാത്രം. ഇത്രയും വില കൂടിയ മാലയൊക്കെ അമ്മയ്ക്ക് എസ്പിങ്ങൾ തരാനുള്ള കാരണം എന്താ? എനിക്കും അറിയണം. ആ സത്യപ്രതാപൻ എന്തിനാണ് നിനക്ക് ഇത്രയും തൂക്കമുള്ള മാല തന്നുവിട്ടതെന്ന് എനിക്കറിയണം. വിളിക്കടി അയാളെ. എന്റെ മുന്നിൽ വെച്ച് ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കേ. ഏത് കണക്കിലാണ് അയാൾ ഈ മാല നിനക്ക് തന്നതെന്ന് ചോദിക്കടി. ഗോപേട്ടൻ ഇങ്ങനെ ബഹളം വെക്കരുത്. കുറച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ സത്യനെ വിളിച്ചോളാം. അവളുടെ ഒരു സത്യനും അയാളുടെ ഒരു പ്രിയയും. എടി, നീ വിളിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. എസ് പി അങ്കിളിനോട് ഞാൻ ചോദിക്കാം. അങ്കിൾ എന്തിനാ അമ്മയ്ക്ക് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം കൊടുത്തതെന്ന് അതെനിക്കും അറിയണം. അറിയാൻ ഇനി ഒന്നുമില്ല മോളെ. ഞാനും നീയൊക്കെ വിഡ്ഢികളാ, വിഡ്ഢികൾ. സമൂഹത്തിന് മുന്നിൽ വളരെ മാന്യനും സംസ്കാര സമ്പന്നനുമായ എസ് പി വലിയ കുലസ്ത്രീയായ നിന്റെ അമ്മയുടെ പഴയ കാമുകനാ. ഇങ്ങനെ മനസ്സറിയാത്ത കാര്യങ്ങള് സ്വന്തം മോളോട് ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത് ഗോപേട്ട. ഇല്ലടി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ അതെന്റെ കീർത്തി മോള് താങ്ങില്ലടി, താങ്ങില്ല. അച്ഛൻ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇതൊക്കെ അച്ഛന് വെറും തെറ്റിദ്ധാരണകളാ. മിഥുനെ അണിയിക്കാൻ വേണ്ടിയാവും എസ് പി അങ്കിൾ ആ മാല കൊടുത്തുവിട്ടത്. അമ്മയെ വിളിച്ചു പറയാൻ മറന്നുപോയതായിരിക്കും. അതെ അതെ, അങ്ങനെ തന്നെയാ. അല്ല ഗോപേട്ട, അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എങ്ങനെയാ തോന്നുന്നേ. നമ്മുടെ അന്തസ്സിനെ കരുതി നല്ലതിനു വേണ്ടിയാവും സത്യൻ അങ്ങനെയൊക്കെ ചെയ്തത്. കല്യാണം നടന്നപ്പോ നമ്മുടെ മോക്ക് സത്യൻ അന്തസ്സായി സ്വർണ്ണം ഇട്ടത് ഗോപേട്ട മറന്നുപോയോ? നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ദിവ്യപ്രഭാന്റെ മനഃപൂർവ്വം ആ വിഷയം എടുത്തിട്ടതാ. ഇവര് പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു അച്ഛാ. എനിക്ക് തന്ന പാക്കറ്റിൽ എന്താണെന്ന് ഞാൻ അങ്കിളിനോട് ചോദിച്ചപ്പോ ആന്റി അവിടേക്ക് വന്നു. ആന്റി അറിയണ്ടെന്ന് കരുതിയാവും അങ്കിൾ മാലയെക്കുറിച്ച് എന്നോട് പോലും പറയാതിരുന്നത്. ദിവ്യപ്രഭ ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞതുകൊണ്ട് അമ്മയ്ക്കും മോക്കും ആ പാവ സ്ത്രീയോട് ദേഷ്യം അല്ലേ? പാവോ? എന്റെ മമ്മിയോ? എന്റെ ധാരണ ഇനി ആരും തിരുത്താൻ നോക്കണ്ട. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. കയ്യും കാലൂട്ട് അടിച്ച് നിലവിളിക്കും. അമ്മയും മൂത്ത മോളും. പ്രിയപ്പെട്ട പ്രിയയ്ക്കുള്ള സത്യന്റെ പ്രണയ സമ്മാനം ഇനി എന്റെ കയ്യിരിക്കട്ടെ.
അമ്മ ഇവിടെ നടക്കുന്നേ? അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയേ? ഇത്രയും വലിയ സംശയരോഗം അച്ഛൻ എങ്ങനെ വന്നു? എന്നും എന്നോട് വഴക്കുണ്ടാക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുന്ന ആളാ നിന്റെ അച്ഛൻ. ഇന്ന് അറിഞ്ഞോ അറിയാതെയോ സത്യൻ അതിനൊരു കാരണക്കാരനായി. അമ്മ എന്തൊക്കെ പറഞ്ഞാലും SP അങ്കിൾ ആ മാല കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. നമ്മുടെ അന്തസ് നോക്കാൻ നമുക്കറിയില്ലേ? നമുക്ക് എന്തിനാ സംരക്ഷകര്? ആ ശിവാനന്ദനും SP അങ്കിളും ഇന്ന് ചെയ്തത് ഒരേ പ്രവൃത്തിയാ. നമ്മൾ ഒട്ടും കഴിവില്ലാത്തവരാണെന്ന് വിശ്വസിച്ച് രണ്ടുപേര് സ്വർണം കൊടുത്തു വിട്ടു. അവര് രണ്ടും നമ്മളെ വെറും പുഴുക്കളായിട്ടാ കണ്ടത്. എന്നെ എന്റെ മക്കളെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ദൈവമേ? അമ്മ മമ്മി ഒരു കലക്ക് കലക്കിയിട്ടാ പോയിരിക്കുന്നെ. ഇനി ഇവിടെ നിന്നങ്ങോട്ട് സത്യന്റെയും പ്രിയയുടെയും അവിഹിത കഥകൾ ആളി കത്തിക്കോളും. ആര്യൻ. ഹലോ ആര്യ. ആ, നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സുധീഷും തന്റെ ഫ്രണ്ടും വന്നല്ലോ. അതുകൊണ്ട് തന്റെ കാല് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ മറന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന മാറിയോ? അതൊക്കെ അവിടെ വെച്ച് തന്നെ മാറി. ആര്യൻ തന്ന ഓയിൽമെന്റ് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഓ, ഗുഡ്. ആ, ആര്യൻ തിരുമിയ എന്റെ കാലൊടിയെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അത്രയ്ക്ക് ശക്തിയുണ്ടോ ആര്യന്? ശക്തിയുടെ വിഷയമല്ല, മറ്റൊരു കാരണമുണ്ട്. എന്റെ മമ്മിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണം. അതെന്താന്ന് എന്നോട് പറഞ്ഞൂടെ? തൽക്കാലം താനത് അറിയണ്ട, പിന്നെ പറയാം. പിന്നെ പറയാന്ന് പറയുമ്പോ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടരുന്നല്ലേ അർത്ഥം? ഗുഡ് നൈറ്റ്. അയ്യോ, ഫോൺ വെക്കല്ലേ. എന്നാലും വിളിച്ചു.